ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഈസ് RJ ആൻഡപ്പൻ. അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഈസ് ലൈക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ട ആൾക്കാരാണല്ലോ. നമ്മുടെ ചുറ്റും നടക്കുന്ന പല വിഷയങ്ങളെ പറ്റിയും പൂർണ്ണമായിട്ടുള്ള അറിവുകളില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ നമ്മുടെ അറിവിലേക്ക് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ എത്തണം. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ഒരുപാട് പ്രൊട്ടസ്റ്റ് കാര്യങ്ങളും അതിനെ റിലേറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്നാൽ അതിനെ പറ്റിയിട്ടുള്ള വലിയ ധാരണ ആർക്കും ഇല്ല. എനിക്കടക്കം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരേക്കും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനും അതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചു. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ടോപ്പിക്സിലും സ്റ്റൈലിലും ഒക്കെ നമ്മൾ ചാനലിൽ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ കുറേ റിവ്യൂ സംഭവങ്ങളൊക്കെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ അത് മാറ്റി ഒരു കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവായിട്ട് എല്ലാവർക്കും ഒരു ചെറിയ നല്ല എന്തെങ്കിലുമൊക്കെ ഔട്ട്കം കൊടുക്കേണ്ട രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിലും അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യ പരിപാടിയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഹിന്ദു പത്രം, ഇന്നിപ്പോൾ നമുക്കറിയാം ഡേറ്റ് ഞാൻ മറന്നുപോയി. 24 ബുധനാഴ്ച. തുറന്നു നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും അതിൽ ഇൻ്റർനാഷണൽ സ്ഥലത്ത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും ബംഗ്ലാദേശിൻ്റെ വിഷയം അതിനകത്ത് സംസാരിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി അതിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു 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 സാധാരണ മനുഷ്യരെന്ന രീതിയിൽ ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മയിലേക്ക് വരുന്നത്? എൻ്റെ ഓർമ്മയിലേക്ക് ഓടി വരുന്ന കാര്യം എന്ന് പറയുന്നത് ക്രിക്കറ്റ് തന്നെയാണ് കേട്ടോ. കാര്യം ഇന്ത്യ ബംഗ്ലാദേശ് മത്സരങ്ങൾ അതെന്നും നമുക്കൊരു പൊതുവേ വിജയം നമ്മുടെ സൈഡിൽ തന്നെയാണെന്നുണ്ടെങ്കിലും എന്തോ ഒരു വാശി എപ്പോഴും കിടക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചരിത്രമുണ്ട് എന്നുള്ളത് മറ്റൊരു ഭാഗം. പക്ഷെ എന്നാൽ പോലും ഇന്ത്യ ബംഗ്ലാദേശ് ഏറ്റുമുട്ടുമ്പോൾ ഒരു രസമൊക്കെ തന്നെയാണ്. എസ്പെഷ്യലി ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഷക്കീബുൽ ഹസനും പിന്നെ അതുപോലെ തന്നെ മുസ്തഫിസൂറും ഒക്കെയാണ്. മുസ്തഫിസൂറിനെ ഭയങ്കരമായിട്ട് ഓർമ്മ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധോണിയായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ. ആക്ച്വലി അത് രോഹിത്തുമായിട്ടുള്ള ഒരു ചെറുതായിട്ടൊന്ന് പുള്ളി ഇങ്ങനെ കോർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്നതിനിടയിൽ ഒരു ചെറിയ ഒരു 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 ബ്ലോക്ക് ഇടണ പോലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അടുത്ത അതേ സിംഗിൾ എടുക്കുന്ന സമയത്ത് ധോണി മച്ചാനിട്ടൊരു നല്ല കിണ്ടൽ കണക്കിനൊരു സാരം കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് തോന്നുന്നു ഒരു ക്രിക്കറ്റ് ഫാനിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല. നമ്മൾ പറയില്ല, ഇപ്പം ഞാൻ ഒരു ഫുട്ബോൾ ഫാനാണ്, പക്ഷെ എന്നാലും ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ കാണാറുണ്ട്. ഒരു ഐക്കോണിക് മൂമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. ധോണിയുടെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലെന്നും ഓർത്തിരിക്കില്ല, അതുപോലത്തെ ഒരു സാധനമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശും നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്ന പോലെ നമുക്കറിയാവുന്ന പോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും അടർന്ന് പോയിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടല്ലോ. ഇപ്പോൾ പാകിസ്ഥാൻ, പിന്നെ ബംഗ്ലാദേശ് 1971 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രീ നേഷനായിട്ട് അവരുടെ നേഷനായിട്ട് മാറുന്നു എന്നുള്ളത് നമുക്ക് പറയാം. അതുവരേക്കും പാകിസ്ഥാൻ്റെയും സംഭവങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പം 1947 നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മാറി വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെയാണെന്നുള്ളതൊക്കെ ഒരു ചരിത്രം ഇതിങ്ങനെ നിൽക്കുന്നു. പിന്നെ എന്താണ് ബംഗ്ലാദേശിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ചൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ രവീന്ദ്രനാഥ് ടാഗോർ ആരാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇനി പുള്ളി എങ്ങാനും ബംഗ്ലാദേശി ആണോ? അല്ല, പുള്ളി ബംഗ്ലാദേശി ഒന്നുമല്ല, കൊൽക്കത്തയിലാണ് ജനനം പുള്ളിയുടെ എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അറിവ് തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അറിയാം കൊൽക്കത്തയിലാണ് ജനനം. പക്ഷേ 1971 മുതൽ പുള്ളിക്കാരൻ്റേതായിട്ടുള്ള വർക്കുകൾ ഭയങ്കരമായിട്ട് ഇന്ത്യയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ ചരിത്രം പറയുന്നുള്ള കാര്യമാണ്. കുറച്ചൊക്കെ വായിക്കുന്നതിൻ്റെ ശീലമായിട്ട് അവിടെ ഇവിടെയൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. പിന്നൊന്നും എനിക്ക് അങ്ങനെ ബംഗ്ലാദേശിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല. ഇതൊക്കെയാണ് എൻ്റെ ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യം. പിന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശും ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആ രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആണ് എന്നുള്ളൊരു പൊസിഷനേ ഉള്ളൂ. പക്ഷെ എന്നാലും ഏകദേശം ഒരേ കണക്കിനൊക്കെ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദാരിദ്ര്യ വിഷയങ്ങളും ഡെവലപ്പിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ എന്നാൽ ബംഗ്ലാദേശ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. കുറേയൊക്കെ നമ്മൾ ബംഗ്ലാദേശിനെ കുറിച്ച് അറിയാനുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1971 ആ സമയം മുതലാണ് എന്ത് വരുന്നത്, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം
ഉണ്ടായി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരുന്നത്. നമ്മൾ ബംഗ്ലാദേശിൻ്റെ ചരിത്രവും ബാക്കി കാര്യങ്ങളും ഒക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, എന്തുകൊണ്ടായിരിക്കും നമ്മൾ ബംഗ്ലാദേശിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോട്ട സിസ്റ്റം എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എനിക്കും ഈ റിസർവേഷൻ, കോട്ട അങ്ങനെയുള്ള സംഭവങ്ങളോട് എന്താണെന്നറിയില്ല, ചിലപ്പോൾ പലതരത്തിലുള്ള വിയോജിപ്പ് നിങ്ങൾക്കും ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോയിന്റിനോടും ചിലപ്പോൾ യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എനിക്ക് ഈ കോട്ട സിസ്റ്റവും അതുപോലെ തന്നെ റിസർവേഷനും സംഭവങ്ങളോടും ഒക്കെ ഒരു ചെറിയ വിയോജിപ്പുള്ളതാണ്. കാരണം അത് തന്നെയാണ് ഫസ്റ്റ് ഫേസ് ഓഫ് എവിടെയൊക്കെ ഒരു ഡിസ്ക്രിമിനേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്നും യഥാർത്ഥ ലക്ഷ്യം അതൊന്നുമല്ല. ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്ന സമൂഹത്തെ അങ്ങനെയല്ല, എല്ലാവരും ഈക്വൽ ആണെന്നുള്ളത് പോലെ കാണിക്കാൻ വേണ്ടി അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ വലിയൊരു ഫാക്റ്റ് തന്നെയാണ്. ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ എത്രയൊക്കെ നമ്മൾ സമ്മതിക്കാതിരുന്നാലും ഈ പറയുന്ന പോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. സോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനും അവരെ എംപവർ ചെയ്യാനും എന്താ പറയുക, അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാനുമുള്ള ഒരു ഗവൺമെൻറ് സപ്പോർട്ടാണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു സപ്പോർട്ടാണ് ആക്ച്വലി ഈ പറയുന്ന പോലെ സംഭവങ്ങൾ എന്നുള്ളതൊക്കെ ഒരു വലിയ സത്യം തന്നെയാണ്. അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഞാൻ അത് എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ പറയാം. പക്ഷെ എന്നാലും ഈ റിസർവേഷൻ അല്ലെങ്കിൽ കോട്ട അതങ്ങനെ ഇരിക്കട്ടെ. ബംഗ്ലാദേശിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിൽ ഈ പറയുന്ന പോലെ തന്നെ ഇൻഡിപെൻഡൻസ് വന്നതിന് ശേഷം തന്നെ, അതായത് 1971 പാകിസ്ഥാനിൽ നിന്നാണ് അവർക്ക് ഫ്രീഡം കിട്ടുന്നത്, കാര്യങ്ങളെല്ലാം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ആ സമയത്തുണ്ടായിരുന്ന എല്ലാ രാജ്യത്തിലും ആ രാജ്യത്തിലെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ടാവും അല്ലേ, അവർക്ക് ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടി പബ്ലിക് സെക്ടറിൽ ഗവൺമെൻറ് കോട്ട സിസ്റ്റമാണ് ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ പ്രശ്നം. അത് ഏകദേശം 30% റിസർവേഷൻ, 30% പൊസിഷൻസും ഈ പറയുന്ന പോലെ തന്നെ ഫ്രീഡം ഫൈറ്റേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷേ ഇത് ആ സമയം മുതൽ ഇന്ന് ഈ 2024 ബംഗ്ലാദേശ് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ റിസർവേഷൻ കോട്ട ആക്ച്വലി എന്താ പറയുക, നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന് മാത്രമല്ല അവരുടെ ഫാമിലിക്കും കൂടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു എന്ന് വിചാരിക്കുക, എൻ്റെ മകനോ മകൾക്കോ അവരുടെ മകൾക്കോ മകനോ കൂടി ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഒരു 3rd ജനറേഷൻ വരേക്കും കിട്ടാനുള്ള സമയമായി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു പ്രശ്നമില്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, രാജ്യത്തിൻ്റെ എന്താ പറയുക, രാജ്യം ഫോം ആവുന്നതിലും ഈ സംഭവങ്ങളിലും ഒക്കെ ഫ്രീഡം ഫൈറ്റേഴ്സ് വഹിച്ചിട്ടുള്ള പങ്കൊന്നും ഒരിക്കലും നമുക്ക് ഒരു രാജ്യത്തിൻ്റെയും ഒരിക്കലും കുറച്ച് കാണാനോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയോ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവരുടെ ഫാമിലിക്ക് വേണ്ടി ഇത്രയും ഈ പറയുന്നത് പോലുള്ള റിസർവേഷൻസും ഫാമിലിക്കും അവരുടെ എന്താ പറയുക കൊച്ചുമക്കൾക്കും കിട്ടുമ്പോൾ അതൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. സോ അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടസ്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കർഫ്യൂ ആണ്. ഏകദേശം 170-ഓളത്തിലധികം ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ മരിച്ചിട്ടുണ്ട്. ഷൂട്ട് ആൻഡ് സൈറ്റ് ഓർഡേഴ്സ് എല്ലാം പല സ്ഥലങ്ങളിൽ ബംഗ്ലാദേശിലുണ്ട്. നെറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ അവിടെയുള്ള സ്റ്റുഡൻസിനോടും ബാക്കിയുള്ളവരോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങരുത് എന്നുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ സിറ്റുവേഷൻ ഇപ്പോൾ ഒട്ടും എന്താ പറയുക, ഇത്ര സ്മൂത്ത് ഒന്നുമല്ല. പക്ഷെ എന്നാലും അതിൻ്റെ റീസൺ ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, ഈ ഗവൺമെൻറ് കോട്ട സിസ്റ്റമാണ്. എസ്പെഷ്യലി ഫ്രീഡം ഫൈറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഈ കോട്ട സിസ്റ്റമാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ മറ്റു കുറച്ച് കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ അവരുടെ പ്രസിഡൻ്റ് ആയിട്ടല്ല, പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആളുടെ പേരെന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ആളാണ് അവിടെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ അവരുടെ പേരിലും ഒരുപാട് അലിഗേഷൻസ് നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആൻഡ് അവരുടെ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ 1971 രാജ്യം രൂപപ്പെട്ട സമയത്തുണ്ടായിരുന്ന അവരുടെ പ്രൈം മിനിസ്റ്ററിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും അവരുടെയൊക്കെ കണക്ട് ചെയ്ത് വരുന്ന അവരാണ് ഈ പാർട്ടിയുടെ ഉണ്ടാക്കിയിരിക്കുന്നതും ഫ്രീഡം ഫൈറ്റേഴ്സാണ് ഇതിൽ കൂടുതൽ, ഈ പാർട്ടിയിൽ കൂടുതൽ അനുഭാവികളായിട്ട് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു ഫാക്ട്. ആൻഡ് എന്തുകൊണ്ടായിരിക്കും ഈ പ്രൊട്ടസ്റ്റ് ഈ പറയുന്ന പോലെ കോട്ട മാത്രം, ഈ കോട്ട സിസ്റ്റം ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പ്രൈം മിനിസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്ന 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്ച്വലി ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് എന്നുള്ളതുമാണ് എനിക്ക് അല്ലാതെ കുറച്ച് കാര്യങ്ങളും കൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റിയത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന അവരുടെ പ്രൈം മിനിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന
അവരുടെ കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു പാർട്ടിയാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ പാർട്ടിക്ക് സ്വാഭാവികമാണ്, എല്ലാ രാജ്യത്തും ഒരു പാർട്ടിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു പാർട്ടി ഉണ്ടാവും. പക്ഷേ അവരെ പലപ്പോഴും പണ്ട് ഈ പറയുന്ന പോലെ തന്നെ 1971 അവരുടെ ഫ്രീഡം കിട്ടിയിരുന്ന സമയം മുതലേ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൺസിഡർ ചെയ്യപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരു എന്താ പറയുക, നമ്മളൊരു ടൈറ്റിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ ഇവരുടെ രാജ്യത്തിന് ഫ്രീഡത്തിന് എഗൻസ്റ്റ് ആയിട്ട്, ഇവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നവരാണെന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ, ഈ പ്രൊട്ടസ്റ്റ് ഉണ്ടാവുന്ന ആ സമയങ്ങളിൽ തന്നെ പ്രൈം മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സിസ്റ്റത്തിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരെല്ലാവരും ഈ പറയുന്നത് പോലെ തന്നെ രാജ്യദ്രോഹികൾ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാവുന്ന പോലെ അങ്ങനെ ഒരു പരാമർശമാണ് കൊണ്ടുവന്നിട്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രൊട്ടസ്റ്റിലേക്ക് വരുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്നുള്ളൊരു സംഭവം കൂടെയാണ്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരുപാട് അലിഗേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് കാലമായിട്ട് ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ്. ആൻഡ് ഈ കഴിഞ്ഞ ഇലക്ഷനാണ് ഏറ്റവും കൂടുതൽ വിവാദത്തിലുണ്ടായിട്ടുള്ള സംഭവം. അതായത് അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിനുള്ളിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒരു സ്ഥലം. അതുപോലെ തന്നെ ഈ എലക്ഷൻ ആക്ച്വലി നമ്മൾ റിഗ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവരുടേതായിട്ടുള്ള, അവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കാശ് കൊടുത്ത് ഇറക്കിയിട്ടുള്ള കുറച്ച് പേരെയാണ് അവർക്ക് ഓപ്പോസിറ്റായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിർത്തി ആണ് അവർ ഇപ്രാവശ്യം ഈ പറയുന്നത് പോലെ തന്നെ എലക്ഷൻ ജയിച്ച് പിന്നെയും ഭരണത്തിൽ കയറിയത് എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ബംഗ്ലാദേശിൻ്റെ സംഭവത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ കോട്ട, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയുടെ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ വിട്ടുപോയി, എന്തുകൊണ്ടാണ് ഈ കോട്ട സിസ്റ്റത്തിന് എഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിലവിൽ ബംഗ്ലാദേശിൻ്റെ ഒരു പോപ്പുലേഷൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തറിയേണ്ട, മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ യങ് ജനറേഷനാണ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജോബ് സീക്ക് ചെയ്യുന്നതായിട്ടുള്ള പോപ്പുലേഷനിലാണ് കൂടുതൽ ജനസംഖ്യ ഉള്ളത്. ആൻഡ് ഈ പറയുന്നത് പോലെ ഒരു കോട്ട സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ആ രാജ്യത്ത് ജോലി കിട്ടുന്നതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അത് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ ആയിട്ട് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെയും മക്കൾക്കും ഫാമിലിക്കും മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ ജനങ്ങൾക്ക് ഈ പറയുന്ന പോലുള്ള സംഭവങ്ങൾ കിട്ടാൻ, പബ്ലിക് സെക്ടറിലാണെങ്കിലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് എസ്പെഷ്യലി പോപ്പുലേഷൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം ഈ പറയുന്നത് പോലെ തന്നെ യങ് ജനറേഷനും കൂടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കെയർ സിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എവിടെയും, ഞാനിപ്പം ഏത് രാജ്യത്തും യുദ്ധവും ബാക്കി സംഭവങ്ങളും പ്രൊട്ടസ്റ്റും ഉണ്ടാകുന്നതിനോടൊന്നും നമുക്ക് ആർക്കും വലിയ യോജിപ്പുള്ളൊരു കാര്യമൊന്നുമല്ല. എല്ലാം മാറട്ടെ, പെട്ടെന്ന് മാറി എല്ലാം തിരിച്ച് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായി മാറട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള കണ്ടൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, ആൻഡ് ഒരാൾക്ക് ഇത് ഷെയറും കൂടെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടെ വിഷ് ചെയ്തുകൊണ്ട് ആൻഡപ്പൻ ടോക്കീസ് വൈൻഡപ്പ് ചെയ്യണം. ദിസ് ഇസ് RJ ആൻഡപ്പൻ. ഹാവ് എ ചിൽ കുപ്പിച്ചിൽ ഡേ.